നമസ്കാരം. സ്പിരിച്വൽ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ട് മാത്രമല്ല ജീവിതം നീങ്ങുന്നത്. നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന വിശ്വാസങ്ങളാണ് നമ്മുടെ തീരുമാനം, ശീലങ്ങൾ, ഭയം, ധൈര്യം എല്ലാം നിയന്ത്രിക്കുന്നത്. ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സ്. ഹിന്ദു ആത്മീയത ഇതിനെ അന്തരാത്മാവ്, ഭഗവാന്റെ ശബ്ദം, അന്തർബോധം എന്നിങ്ങനെ വ്യത്യസ്തമായി വിളിക്കുന്നു. എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ്? മനസ്സിന്റെ 95% സബ് കോൺഷ്യസ് ആണ്. കോൺഷ്യസ് മൈൻഡ് 5% മാത്രം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതാണ് കോൺഷ്യസ് മൈൻഡ്. ചൈൽഡ്ഹുഡ് മെമ്മറീസ്, ബിലീഫ്സ്, ഹാബിറ്റ്സ്, ഇമോഷൻസ് എല്ലാം സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഹിന്ദുമതത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മ സംസ്കാരങ്ങൾ അതുതന്നെയാണ് മോഡേൺ സൈക്കോളജി പറയുന്ന സബ് കോൺഷ്യസ് മെമ്മറീസ്. ഹിന്ദു ശാസ്ത്രങ്ങൾ പറയുന്നത് യഥാഭാവം തഥാഭവതി. നീ എന്ത് സ്ട്രോങ്ലി വിഷ്വലൈസ് ചെയ്യുന്നു നീ അതാവും. മന്ത്രജപം, ആരാധന, ധ്യാനം എല്ലാം സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള മെത്തേഡ്സാണ്. ഉദാഹരണം, ഓം നമഃ ശിവായ. ഈ ജപം ഈഗോയെ കുറയ്ക്കുന്നു. പീസ്ഫുൾ ബിലീഫ് മൈൻഡിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, മന്ത്രത്തിന്റെ സൗണ്ട് വൈബ്രേഷൻ ബ്രെയിൻ വേവ്സ് സ്ലോ ആക്കുന്നു. അങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് റിസപ്റ്റീവ് ആകുന്നു. സബ് കോൺഷ്യസ് മൈൻഡ് പവർഫുള്ളാണ്. വിശദമായി നോക്കാം. ഭയം, സ്ട്രെസ്, കോൺഫിഡൻസ്, ക്രിയേറ്റിവിറ്റി എല്ലാം സബ് കോൺഷ്യസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. കൂടാതെ ബോഡി ഫങ്ഷൻസ് വരെ സബ് കോൺഷ്യസ് കൺട്രോൾ ചെയ്യുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റുന്നത് സബ് കോൺഷ്യസ് ട്രെയിനിങ് ഉള്ളതുകൊണ്ടാണ്. വാഹനം ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പലതും ശ്രദ്ധിച്ചാണ് ഓടിച്ചത്. എന്നാൽ കാലാന്തരത്തിൽ ശ്രദ്ധ കൊടുക്കാതെ തന്നെ നമുക്ക് ക്ലച്ച്, ബ്രേക്ക് ഒക്കെ കൃത്യസമയത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതായത് കോൺഷ്യസ് മൈൻഡ് അവിടെ ആവശ്യമില്ല. ഹിന്ദുമതത്തിൽ ഇത് അന്തര്യാമി എന്ന് പറയുന്ന ഡിവൈൻ ഗൈഡൻസും കൂടി ഉൾക്കൊള്ളുന്നു. ധ്യാനത്തിലൂടെ സബ് കോൺഷ്യസ് കാം ആകുമ്പോൾ മൈൻഡ് ഡിവൈൻ ഇന്റലിജൻസിനെ കണക്ട് ചെയ്യുന്നു. ഇത് സൂപ്പർ കോൺഷ്യസ് എന്ന് പറയുന്നു. യോഗിയിൽ ഇത് സമാധി എന്ന് പറയുന്നു. ഇവിടെ ഇൻറ്റ്യൂഷൻ, അതായത് ആത്മജ്ഞാനം, തെറ്റില്ലാത്ത മാർഗദർശനം ലഭിക്കും. എങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യാം? 1. ജപം. എല്ലാ ദിവസവും 108 പ്രാവശ്യം പോസിറ്റീവ് മന്ത്രം ജപിക്കാം. ഓം നമഃ ശിവായ അല്ലെങ്കിൽ ശിവോഹം, അതായത് ഞാൻ ശിവനാകുന്നു. 2. വിഷ്വലൈസേഷൻ. പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം കാണുക. നേട്ടം ഇപ്പോൾ തന്നെ ഉണ്ടെന്ന് അനുഭവിക്കുക. 3. സങ്കൽപ്പ. സ്വയം പറഞ്ഞുറപ്പിക്കലാണ് സങ്കല്പം. ഉദാഹരണം, ഇന്ന് ഞാൻ കാമായിരിക്കും, എനിക്ക് നല്ല അവസരങ്ങൾ എത്തും. 4. ഗ്രാറ്റിറ്റ്യൂഡ്. ഹിന്ദു സംസ്കാരത്തിലെ നന്ദി. സബ് കോൺഷ്യസ് പോസിറ്റീവ് എനർജി തുറക്കും. ഇങ്ങനെ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് കുറയുന്നതായി അനുഭവപ്പെടുന്നു. കോൺഫിഡൻസ് കൂടും. ഹെൽത്ത് ആൻഡ് റിലേഷൻഷിപ്സ് ഇംപ്രൂവ് ആകും. ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് നാച്ചുറലി തേടി വരും. കാരണം നമ്മുടെ മനസ്സ് മാറുമ്പോൾ ജീവിതത്തിന്റെ പാറ്റേണിൽ മാറ്റം വരുന്നു. ദൈവം പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. ആ ഡിവൈൻ കണക്ഷനാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ജീവിതം പരിഹരിക്കേണ്ട ഒരു പസിലല്ല, നമുക്ക് സൃഷ്ടിക്കാവുന്ന ഒരു മിറക്കിളാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.